വെള്ളരി, അതുപോലെ തന്നെ സാലഡ് കുക്കുംബർ, ഇവയുടെ കൃഷികൾ തുടങ്ങാറായി. ഈ കൃഷി ചെയ്യുമ്പോൾ അനുവർത്തിക്കേണ്ട ചില കാര്യങ്ങളും അതുപോലെ തന്നെ വിളവ് കൂടുന്നതിന് എന്തൊക്കെ മാർഗങ്ങളാണ് എന്നതിനെക്കുറിച്ചും, ഏറ്റവും പ്രധാനമായിട്ട് വെള്ളരിയിൽ അതുപോലെ സാലഡ് കുക്കുംബറിലും ചില സമയങ്ങളിൽ കാണുന്ന കയ്പ്പ് എങ്ങനെ അത് ഒഴിവാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു പരമ്പരയാണ് കർഷകർക്കായിട്ട് നൽകുന്നത്. ഇത് കൃത്യമായി ശ്രദ്ധിക്കുക. ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളും മറ്റുള്ള നിർദ്ദേശങ്ങളും എനിക്ക് വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഈ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ വെള്ളരി സാമ്പാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണിത്. സാമ്പാർ F1 ഹൈബ്രിഡാണ്. ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന വെള്ളരി ഒരു ടൈപ്പാണ്. അത് ഏകദേശം 250-300 ഗ്രാം ഒരു വെള്ളരി ഉണ്ടാവുകയുള്ളൂ. മാർക്കറ്റ് ലീഡ് ചെയ്യണ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യണ ഒരു വെറൈറ്റിയാണ് ഈ സാമ്പാർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു F1 ഹൈബ്രിഡാണ്. ഏത് മഹിക്കോ സീഡ് കമ്പനിയാണ് അവർ ഉൽപ്പാദിപ്പിക്കുന്നത്. നല്ല ഈൽഡ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് സാമ്പാർ. ഇത് കൂടുതലും കമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് സാമ്പാർ. ഇത് സ്നോ വൈറ്റ്, ഞാൻ പണ്ട് ഇതിനെക്കുറിച്ചുള്ള വിശദമായിട്ടൊരു ക്ലാസ് എടുത്തിരുന്നു. സ്നോ വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. ഇത് F1 ഹൈബ്രിഡാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലാറ്റബിൾ, അതായത് നമുക്ക് നല്ല ടേസ്റ്റുള്ള ഒരു സാലഡ് കുക്കുംബറാണ്. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ കുരു വളരെ കുറവാണ്. പിന്നെ നല്ല ജ്യൂസിയാണ്. കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, സാലഡുകളിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ്ഫുള്ളാണ്. ധാരാളം കായകളുണ്ടാവും. ഇതും ഒരു F1 ഹൈബ്രിഡാണ്. ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള ഇൻഡോ അമേരിക്കൻ ഹൈബ്രിഡ് സീഡ് എന്ന് പറഞ്ഞ പ്രസിദ്ധമായിട്ടുള്ള സീഡ് കമ്പനിയാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് കൃഷി ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഈ വേനൽക്കാലത്തിന് അനുബന്ധിച്ച് വരുന്ന പ്രധാനമായിട്ടുള്ള ഗോഡ് അല്ലെങ്കിൽ മെലൺ, ഈ 2 വെറൈറ്റികളാണ്. അപ്പോൾ അതിൽ സാലഡ് കുക്കുംബർ, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ വെള്ളരി, അതുപോലെ കുമ്പളം, മത്തൻ, ഇങ്ങനെയുള്ള ഇതും, അതുപോലെ തന്നെ സ്നേക്ക് ഗോഡ്, അതായത് പടവല, കയ്പ, അതുപോലെ തന്നെ ചരക്ക, ഇതെല്ലാം ഈ സമ്മറിലേക്ക് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഇനങ്ങളാണ്, പച്ചക്കറി ഇനങ്ങളാണ്. ഇപ്പോൾ സാലഡ് കുക്കുംബറുകളെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ല നീർവാർച്ചയുള്ള പ്രദേശങ്ങളിലാണ്. ഇത് ഇപ്പോൾ കൃഷി കഴിഞ്ഞ് രണ്ടാം വിള കൃഷി കഴിഞ്ഞിട്ട് പാടശേഖരങ്ങളിൽ, അതുപോലെ നല്ല വെയിൽ കിട്ടുന്ന പ്രദേശങ്ങൾക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു കൃഷിയാണ്. നല്ല ആദായം കിട്ടുന്ന കൃഷിയാണ് ഈ കുക്കുംബർ കൃഷി, പ്രത്യേകിച്ച് സാലഡ് കുക്കുംബർ. ഇത് കൃഷി ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല വെയിലുള്ള സ്ഥലം വേണം, വെള്ളം ധാരാളം ലഭിക്കുന്ന പ്രദേശം വേണം, വെള്ളം കുറയരുത്. അതിൻ്റേതായ പ്രശ്നങ്ങൾ ഞാൻ പറയാം. വെള്ളം കുറയരുത്, അതായത് ഇതിന് 60 സെൻറ്റിമീറ്റർ ഡയാമീറ്ററുള്ള പിറ്റുകളാണ്. മറ്റേ ചെറിയ ചെറിയ പിറ്റുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ കുഴികൾ കുഴിച്ചിട്ടാണ് നമുക്ക് ഈ വിത്തുകൾ ഇതിൽ ഇടുന്നത്. ഒരു കുഴി 60 സെൻറ്റിമീറ്റർ ഡയ, ഒരു 10-15 സെൻറ്റിമീറ്റർ ആഴമുള്ള കുഴികളിൽ ഒരു കുഴിയിൽ ഏകദേശം 100-150 ഗ്രാം കുമ്മായ വസ്തുക്കൾ ആദ്യം തന്നെ മിക്സ് ചെയ്യണം, മണ്ണിൽ മിക്സ് ചെയ്യണം. കുമ്മായ വസ്തുക്കൾ മിക്സ് ചെയ്തിട്ട് ഒരു 2 ദിവസത്തിന് ശേഷം നമുക്ക് ചാണകപ്പൊടി, ആട്ടുംകാഷ്ടം, വെണ്ണീർ, ഇത് ഏതെങ്കിലുമൊക്കെ ജൈവവളങ്ങൾ നല്ല തോതിൽ കൊടുക്കണം. ഒരു പിറ്റിലേക്ക് ഏകദേശം ഒരു 20 കിലോ 25 കിലോ ചാണകപ്പൊടി ആണെങ്കിൽ, ആട്ടുംകാഷ്ടമാണെങ്കിലും അല്ലെങ്കിൽ ജൈവവളങ്ങൾ ഏത് വേണമെങ്കിൽ ഇടാം. അത് മണ്ണായിട്ട് നല്ലോണം മിക്സ് ചെയ്ത് അതിൽ സ്യൂഡോമോണാസ് ഒരു പിറ്റിലേക്ക് ഒരു 50 ഗ്രാം സ്യൂഡോമോണാസും ട്രൈക്കോഡെർമ ഒരു 50 ഗ്രാം കൂടി ചേർത്തിട്ട് അതിൽ ചേർക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വിത്തുകൾ നടേണ്ടത്. വിത്തുകൾ 2 രീതിയിൽ തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കണ, ഒരു 12 മണിക്കൂർ വെള്ളത്തിലിടുന്നത് നല്ലതാണ്. അതിൻ്റെ ഡോർമൻസി ബ്രേക്ക് ചെയ്യാനും അതുപോലെ തന്നെ പെട്ടെന്ന് മുള പൊട്ടുന്നതിന് നല്ലതാണ്. ഒരു പിറ്റിൽ, അതായത് ഒരു കുഴിയിൽ 3 അല്ലെങ്കിൽ 4 വീതം നട്ടാൽ മതി. അതാണ് ഏറ്റവും നല്ലത്. അപ്പം ഇത് ഏകദേശം ഈ 25-30 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും അതിൽ പൂവിട്ട് തുടങ്ങി. പൂവുകൾ കൂടുതലായിട്ടും പെൺപൂക്കളാവും. ആൺപൂക്കൾ കുറഞ്ഞിരിക്കും. പെൺപൂക്കളാണ് കായകൾ ഉണ്ടാക്കുക.
അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലും ഉണ്ടാകുന്ന ഫലങ്ങൾ കയ്പ്പ് രസം അല്ലെങ്കിൽ കട്ടിപ്പ് എന്നൊക്കെ പറയും നാടൻ ഭാഷയിൽ. കട്ടിപ്പ് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ അതോടുകൂടി കഴിഞ്ഞു. അപ്പോൾ അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നം. നമ്മൾ ആദ്യഘട്ടത്തിൽ 3 ദിവസം 4 ദിവസം കൂടുമ്പോൾ നനയ്ക്കുന്നത്, പൂക്കൾ ഉണ്ടായി തുടങ്ങുമ്പോൾ നിർബന്ധമായിട്ട് 1.5 ദിവസങ്ങളിൽ നല്ലോണം വെള്ളം കൊടുക്കണം. പിറ്റിൽ നല്ലോണം വെള്ളം കൊടുക്കണം. വെള്ളം കൊടുത്തില്ലെങ്കിൽ കയ്പ്പ് വരും. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വെള്ളം കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ജലസേചനത്തിൻ്റെ തോത് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്പ്പ് രസം കൂടും. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, കർഷകർ ശ്രദ്ധിക്കേണ്ടത്. നനയിൽ ഒരു തരത്തിലും കുറവ് വരുത്താൻ പാടില്ല. പ്രത്യേകിച്ച് വെള്ളരി അതുപോലെ തന്നെ സാലഡ് കുക്കുമ്പർ ഇനങ്ങളിൽ കൂടുതലായിട്ട് വെള്ളം കൊടുക്കണം. അപ്പോൾ ഈ കട്ടിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ കയ്പ്പ് രസം വളരെ കുറയും, നല്ല മധുരം കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ പൂക്കളുണ്ടായി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിൽ അലിയുന്ന ഒരു രാസവളമുണ്ട്. സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് എന്നാണ് അതിൻ്റെ പേര്. സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് 5 ഗ്രാം, അതുപോലെ തന്നെ സൊലുബർ 2 ഗ്രാം ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പൂക്കൾ ഉണ്ടാകുന്നതിന്, കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്നതിനും കായകളുടെ വലിപ്പം കൂടുന്നതിനും അതുപോലെ തന്നെ നല്ല മധുരം കൂടുന്നതിനും, അതായത് അതിൻ്റെ ഷുഗർ കണ്ടൻറ്റ് കുറച്ച് കൂടുന്നതിന് ഏറ്റവും നല്ലതാണ് ഈ സൊലുബർ അല്ലെങ്കിൽ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്. സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് പൂക്കൾ ഫിക്സ് ചെയ്യാൻ ഏറ്റവും നല്ല സാധനമാണ്. പൂക്കൾ കൂടുതൽ കൊഴിഞ്ഞു പോകാതിരിക്കാനും ഉള്ള പൂക്കൾ നല്ല രീതിയിൽ വരുന്നതിനും ഏറ്റവും നല്ല സാധനമാണ് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്. അതുപോലെ തന്നെ ഒരു മൈക്രോ ന്യൂട്രിയൻസ് ഇടയ്ക്കൊന്ന് സ്പ്രേ ചെയ്യുന്നത് വളരെ എഫക്റ്റീവാണ്. ഇപ്പോൾ ടാറ്റയുടെ തന്നെ സർപ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൈക്രോ ന്യൂട്രിയൻറ്റ് ലഭ്യമാണ്. സർപ്ലസ് ടാറ്റ റാലിസിൻ്റെയാണ്. ഇത് റിസൾട്ടുള്ള നല്ലൊരു പ്രോഡക്റ്റാണ്. ഇത് 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇൻ്റർവെല്ലിൽ ഒരു 15 ദിവസം ഇൻ്റർവെല്ലിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ എഫക്റ്റീവാണ്. കൂടുതലും പൂക്കളുണ്ടാവും, അതുപോലെ കായകൾ കൂടുതൽ ഭംഗി വരും, അതുപോലെ കായകളിൽ വിണ്ട് കയറുന്നത് ഒഴിവാക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു സാധനമാണ് സർപ്ലസ്. അപ്പോൾ ഇതൊരു വളരെ ഷോർട്ട് വീഡിയോ ആണ്. ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളും എന്നുള്ളതിൻ്റെ നിർദ്ദേശങ്ങളും എൻ്റെ ഫോൺ നമ്പറിലോ അല്ലെങ്കിൽ കാവുങ്ങൽ അഗ്രോടെക്കിൻ്റെ ചാനലിലോ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്.